ജൂലൈ 30 പുലർച്ചെ 2 മണിവരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ഗ്രാമം. മതിലുകളില്ലാതെ ജീവിച്ച മനുഷ്യർ, അതിരുകളില്ലാത്ത സ്നേഹം, പതിവില്ലാത്ത മഴ പതിവായി കണ്ടവരാണ് മുണ്ടക്കയിലും ചൂരൽമഴയിലെയും മനുഷ്യർ. 84-ൽ വെള്ളിമല രൂപം മാറി കലിപൂണ്ട് 11 ജീവനുകളെടുത്ത കഥ മുത്തശ്ശിമാരിൽ നിന്നും കേട്ടാകും ആ രാത്രി പല കുഞ്ഞുങ്ങളും ഉറങ്ങിയിട്ടുണ്ടാവുക. 84-ലെ വെള്ളരിമലയുടെ രൗദ്രത പ്രായമായ പലരും ആ രാത്രിയിൽ ഓർത്തിട്ടുണ്ടാകും. പതിവില്ലാതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. എന്നാൽ നാടേറ്റുവാങ്ങിയതിലും ഇരട്ടി കണ്ണീർ വെള്ളം കാടേറ്റുവാങ്ങിയത് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതിനാലാണ് ജീവിതായുസ്സുകൊണ്ട് കെട്ടിപ്പടുത്ത കോൺക്രീറ്റ് കൂരകളുടെ സുരക്ഷിതത്വം വിട്ടോടാൻ പലരും തയ്യാറാകാതിരുന്നത്. പിന്നീട് നടന്നത് നാം ഇത്രനാൾ കണ്ടു, കേട്ടു. പതിറ്റാണ്ടുകളുടെ മനുഷ്യാധ്വാനം കൊണ്ട് നിർമ്മിച്ച ഒരു നാട് മണ്ണായി മാറിയപ്പോൾ കേരളം ഒറ്റക്കെട്ടായി ആ ജനതയ്ക്കൊപ്പം നിന്നു. ഉരുളിനേക്കാൾ ശക്തിയിൽ നന്മയുടെ സഹായം കുത്തിയൊലിച്ചു. പക്ഷേ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരിതത്തിൽ നിന്നും കരകയറാൻ രാജ്യത്തിന്റെ ഒന്നാകെ പിന്തുണ ആവശ്യമുണ്ട്. വയനാടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ കണ്ടിരിക്കുന്നു മാറു പിളർന്നു കിടക്കുന്ന വെള്ളരിമലയുടെ കണ്ണീർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ കണ്ടു മാറത്തണച്ച ജീവനുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ വിലാപം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിൽ മനസ്സിലാക്കി വയനാടിന് കൈത്താങ്ങാകേണ്ടതിന്റെ ആവശ്യകത. ആ മണ്ണിൽ ചവിട്ടി നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പൂർണ്ണ പിന്തുണ എന്ന വാക്കിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് കേരളം. കണ്ടറിഞ്ഞ സഹായമോ എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, BJP-യിൽ നിന്ന് പ്രിന്റു മഹാദേവ്, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്നിവരാണ്. ചർച്ചയിലേക്ക് പോകും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത് സമഗ്ര വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഇന്ന് പ്രധാനമന്ത്രി രാവിലെ വന്നത് മുതലുള്ള തത്സമയ വിവരങ്ങളാണ് എല്ലാ ദൃശ്യമാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി പക്ഷേ നിശ്ചയിച്ച സമയത്തിലും അപ്പുറം അവിടെ ചെലവഴിക്കുകയായിരുന്നു. നിശ്ചയിച്ചതിലും അപ്പുറം നേരത്തെ പ്രോട്ടോകോൾ പ്രകാരം നിശ്ചയിച്ച സ്ഥലങ്ങൾക്കപ്പുറം അദ്ദേഹം നടന്നു കണ്ടു. ക്യാമ്പിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. നിശ്ചയിച്ചതിലും കൂടുതൽ ആളുകളെ കണ്ട് അവർ പറയുന്നത് കൂടുതലായി കേട്ടു. അപ്പോൾ എന്താണ് നമുക്കിതിൽ ഒടുവിൽ അനുമാനിക്കാവുന്നത്? സ്മൃതി, ഭരണപരമായിട്ടും രാഷ്ട്രീയമായിട്ടുമൊക്കെ പല തട്ടിൽ നിൽക്കുന്നവർ, അത് ഗവർണറാവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ഇവിടുത്തെ മന്ത്രിമാരാവട്ടെ, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ഇവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ ആവശ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒരേ മനസ്സോടുകൂടി അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ പകൽ മുഴുവൻ നമ്മൾ കണ്ടത്. ഇതിന്റെ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു. അതിനുശേഷം ഇപ്പോൾ മന്ത്രിതല ഉപസമിതി വാർത്താസമ്മേളനം നടത്തി. അവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നു കേന്ദ്ര സർക്കാർ സഹായിക്കും എന്നുള്ളതാണ്. അല്പം മുമ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രതീക്ഷയോടുകൂടി കണക്കാക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളവരുടെയും ഒക്കെ മനസ്സ് വയനാടിനും മേപ്പാടിക്കുമൊപ്പമാണ്. മേപ്പാടിയുടെയും ചൂരൽമലയുടെയും ഒക്കെ പുനരുദ്ധാരണത്തിന് കേരളം ആവശ്യപ്പെട്ട പ്രകാരം 2000 കോടിക്കടുത്തുള്ള ഒരു പുനരധിവാസ പാക്കേജ് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പാക്കേജ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 11:55 കൽപ്പറ്റ SKMJ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനു മുൻപ് ഒറ്റത്തവണ അദ്ദേഹം ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തുമൊക്കെ ഹെലികോപ്റ്ററിൽ ചുറ്റി സഞ്ചരിച്ചു. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അതിനുശേഷം SKMJ ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം റോഡ് മാർഗത്തിലാണ് ബെയിലി പാലത്തിന് സമീപത്തേക്കും വെള്ളാറമല സ്കൂളിന്റെ സമീപത്തേക്കും പോയത്. അവിടെ വെച്ച് കരസേന അംഗങ്ങളെ കണ്ടു, രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചു. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു. അതിനുശേഷം പുനരധിവാസ ക്യാമ്പിലെത്തി 12 പേരെ കണ്ടു. അതിൽ വൃദ്ധന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ നേരിട്ട് ദുരന്തത്തിന് ആഴവും വ്യാപ്തിയും അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ പങ്കുവച്ചു. അതിനുശേഷം ആശുപത്രിയിൽ പോയി അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടു. അവരനുഭവിച്ച വേദനയെക്കുറിച്ച് പങ്കുവച്ചു. അതിനുശേഷം കലക്ടറേറ്റിലെത്തി ചീഫ് സെക്രട്ടറി വിശദമായി തന്നെ ഒരു പ്രസന്റേഷനിലൂടെ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും പുനരുദ്ധാരണത്തിന്റെ തോതും ബൃഹത്തായ പദ്ധതിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. മുഖ്യമന്ത്രി കേരളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. അതിന് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞത് കേരളം എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിനൊപ്പം കേന്ദ്രമുണ്ട്. കേന്ദ്രം സഹായിക്കാത്തതിന്റെ പേരിൽ ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാതിരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് കേരളത്തിന് പദ്ധതികളുമായി മുന്നോട്ട് പോവാൻ കേരളം സഹായിക്കും. കേരളം ആവശ്യപ്പെടുന്നതിനൊപ്പം കേന്ദ്രമുണ്ട് എന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിപ്പോയത്. ഇനിയിപ്പോൾ കേന്ദ്ര സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിനൊരു ബൃഹത്തായ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രിതല ഉപസമിതി ഉൾപ്പെടെയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുനരുദ്ധാരണ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോവുകയാണ്.
ശരി, ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം BJP പ്രതിനിധി പ്രിൻറ്റു മഹാദേവിലേക്ക്. പ്രിൻറ്റു, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ എല്ലാം കണ്ടറിഞ്ഞ ശേഷം, ജനങ്ങളെ കേട്ട ശേഷം നടത്തിയ പ്രതികരണം കണ്ടതാണ്. അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അത് കേരളം മുഴുവൻ കേട്ടു. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള സഹായം പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പു നൽകിയാണ്. പക്ഷേ ആ തുക 2000 കോടിയുടെ സഹായം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. ആ തുകയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളില്ല. അതിപ്പോൾ പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഒരു മെമ്മോറാണ്ടം കേരളത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഒരു തുകയുടെ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രിൻറ്റു? തീർച്ചയായും കേരളത്തിൻ്റെ കണ്ണീർ പുഴയായി മാറിയ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവ് ഓരോ മലയാളിയും ഹൃദയത്തിലാണ്, നെഞ്ചോട് ചേർത്താണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ദുരന്തം നടന്ന ദിനം തൊട്ട് പ്രധാനമന്ത്രി രാവിലെ നമ്മൾ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അന്ന് തന്നെ ഈ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും അന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് ദുരന്തഭൂമിയിൽ വന്ന് ഈ 140 കോടി ജനങ്ങളും ഈ രാജ്യവും ഈ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം, വയനാടിനൊപ്പം, ഈ ദുരന്തബാധിതർക്കൊപ്പമുണ്ട് എന്നുള്ള ഉറച്ച പ്രഖ്യാപനം അദ്ദേഹം നേരിട്ട് വന്ന് നടത്തുന്ന സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഒരു പ്രധാന സേവകൻ എന്ന രീതിയിൽ നരേന്ദ്രമോദി ഈ കേരളത്തിൽ ചെലവഴിച്ച 5.5 മണിക്കൂർ ഓരോ മലയാളിക്കും, പ്രത്യേകിച്ച് ദുരന്തബാധിതർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആത്മവിശ്വാസം വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് എന്ന രീതിയിലുള്ള സഹായം തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനുസൃതമായിക്കൊണ്ട്, ഈ വയനാട്ടിൻ്റെ പുരോഗതിക്ക്, ആ ദുരിതബാധിതർക്ക് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണോ കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്, അതിനൊപ്പം ഈ രാജ്യം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള കൃത്യമായിട്ട് നോക്കൂ, ദുരന്ത ഭൂമിയിലേക്ക് അദ്ദേഹം കാൽനടയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബെയിലി പാലത്തിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതേ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന വെള്ളാർമല സ്കൂളിലേക്ക് അദ്ദേഹം പോകുന്നു. അത് കഴിഞ്ഞ് ഈ പുനരധിവാസ ക്യാമ്പ് സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം, നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് അത് റിപ്പോർട്ട് ചെയ്തു. അനാഥരായിട്ടുള്ള 2 മക്കൾ, ഹാനിയും അതോടൊപ്പം തന്നെ ലാവണ്യയും, അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ അനാഥരല്ല, ഈ രാജ്യത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞ വയനാടിന്, മലയാളിക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തിന് ഗുണകരമായി മാറും. വയനാടിൻ്റെ പുനരധിവാസ പാക്കേജ് അനുസൃതമായിട്ട് കേരളം എന്താണോ പറയുന്നത് അത് നൽകാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രിൻറ്റു, സാധാരണഗതിയിൽ ഈ പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഭാഗത്തെ തന്നെ ബാധിക്കുന്നു. അതിനനുസരിച്ചുള്ള സഹായം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ജീവനുകൾ പൊരിഞ്ഞതിലാണ് വലിയ കണക്ക്, 400-ലധികം വരുന്നു. ഔദ്യോഗിക കണക്ക് ഇനിയും വരാനിരിക്കുന്നു. കൃത്യമായ കണക്ക് എടുക്കണമെങ്കിൽ ഇനി DNA പരിശോധനയുടെ റിപ്പോർട്ട് അടക്കം വരണമെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച വലിയ കണക്കാണല്ലോ ഇപ്പോൾ അനൗദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ മേഖലയാണ്. ചെറിയ മേഖല എന്ന് പറയുമ്പോൾ 3 വാർഡുകൾ, ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ സംഭവമാണെന്ന് തോന്നാം. പക്ഷേ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അവിടെ നടന്നു കാണുകയാണ്. ചൂരൽമല അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നു കാണുന്നു. ഈ സ്കൂൾ നിന്ന സ്ഥലം ചെന്ന് കാണുന്നു. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. ഓരോ മേഖലയും നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നടന്നു കണ്ട ശേഷം ഉള്ള വിലയിരുത്തൽ, ഒരു ചെറിയ പ്രദേശത്തെയാണ് ബാധിച്ചത്, പക്ഷേ അത് വലിയ രീതിയിലാണ് ബാധിച്ചത് എന്ന വിലയിരുത്തലേക്ക് തന്നെ കേന്ദ്രം എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ദുരന്ത നിവാരണ പാക്കേജിൽ നിന്നും തുലം കുറവാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതും. പക്ഷേ അതിൻ്റെ ആഘാതം വലുതാണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രിൻറ്റു? തീർച്ചയായും. അല്ല, അതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, 3 വാർഡിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത്. വയനാട് ജില്ലയെ ബാധിക്കുന്ന മുഴുവൻ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പുനരധിവാസ പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, 2000-ഓളം പേര് ഇപ്പോൾ ക്യാമ്പിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു ഗ്രാമം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പറിച്ചു നടന്നൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങൾ വയനാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ വയനാട്ടിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളെയും കൃത്യമായി കൊണ്ടുകൊണ്ടുള്ള വയനാടിൻ്റെ സമഗ്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാക്കേജ് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കേവലം ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ അങ്ങനെ ചെറുതായിട്ട് കേന്ദ്ര സർക്കാർ അതിന് കാണുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി, നമുക്കറിയാം, ഇത് ഉണ്ടായ സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ, അദ്ദേഹത്തിനെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയവുമായി
ബന്ധപ്പെട്ട് അവിടെ ഈ കാര്യങ്ങൾ പഠിക്കാൻ അവിടെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇവിടെ വരികയും അതിന്റെ വ്യാപ്തിക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം നോക്കും. അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് അതിന്റെ എല്ലാ സാധ്യതകളും കൃത്യമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും സ്ഥിതിഗതികളെക്കുറിച്ചും കൃത്യമായി ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ആ ഡിമാൻഡിനനുസൃതമായിട്ടുള്ള വലിയൊരു പാക്കേജ് തന്നെയായിരിക്കും തരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ ബീഹാർ പോലെയുള്ള വലിയ പ്രളയമുറി 20,000 കോടി 25,000 കോടിയുടെ വലിയ പാക്കേജൊന്നും നമ്മൾ ആവശ്യപ്പെട്ടില്ല. നമ്മൾ 2,000 കോടി രൂപയുടെ പാക്കേജാണ്. സ്വാഭാവികമായിട്ട് അതൊരു പുനരധിവാസ പാക്കേജ് എന്നത് ന്യായമായിട്ടുള്ള ഒരു പാക്കേജാണ്. അത് പാക്കേജ് എന്ന് പറയുന്നത് ജനങ്ങളെ പുനരധിവസിക്കാൻ മാത്രമുള്ളത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പാക്കേജ്, വിദ്യാർത്ഥികൾക്കുള്ള പാക്കേജ്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷിഭേദമെന്നെ ഇതിനുവേണ്ടി ഒരുമിച്ച് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ BJP കേരള നേതൃത്വവും ഇതിന് പിറകിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി അവിടെ വയനാട്ടിൽ തന്നെ തുടരുന്ന മന്ത്രിസഭാ ഉപസമിതി ഒക്കെ ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾക്ക് വേഗം കൂട്ടേണ്ടതുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇനി പോകേണ്ടത്. ഒരു മെമ്മറാണ്ടം ഉടൻ തന്നെ കേരളത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആ മെമ്മറാണ്ടത്തിനനുസരിച്ചായിരിക്കും കേന്ദ്രം നൽകുന്ന സഹായം. പണത്തിൻ്റെ കുറവുണ്ടാകില്ല എന്ന പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ മെമ്മോറാണ്ടം തയ്യാറാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ തുക വകയിരുത്തേണ്ടതുണ്ട്. ഈ പുനർനിർമ്മാണത്തിനപ്പുറം വയനാട് ഇനിയും ദുരന്ത സാധ്യതയുള്ള മേഖലയായി കണ്ട് അതിനുകൂടി കണക്കാക്കിക്കൊണ്ടുള്ളൊരു തുക കൂടി ചോദിക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? അങ്ങനെ വരുമ്പോൾ ഈ 2,000 കോടി എന്നുള്ള ആവശ്യം അത് ചുരുങ്ങിപ്പോകുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ മൂന്ന് ഘട്ടമായിട്ടാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഒന്ന് രക്ഷാപ്രവർത്തനമാണ്. കേന്ദ്ര സംസ്ഥാന സേനകളെല്ലാം ജനങ്ങളുമെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം. അത് ഏറ്റവും ചെയ്യാവുന്നതിൻ്റെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ആ രക്ഷാപ്രവർത്തനം നടന്നു. അതിനുശേഷം രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണം, ആ രക്ഷപ്പെട്ടവരുടെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. വിവിധ രൂപത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. അതുപോലെ ഭാവിയിലേക്കുള്ള അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം, ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ടൗൺഷിപ്പ് അടക്കം പുതിയ ആലോചനകൾ പരമാവധി മുന്നോട്ട് വെച്ചു. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് വേണ്ടത്. അപ്പോൾ ഈ 3 രൂപത്തിൽ നമുക്ക് ഈ പ്രകൃതി ദുരന്തത്തെ നേരിടണം. അതിനുവേണ്ടി മന്ത്രിസഭാ ഉപസമിതി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും ശക്തമായിട്ടുള്ള പിന്തുണയോടെ ആ പുനരധിവാസ പ്രവർത്തനത്തിലേക്കും രക്ഷപ്പെടുത്തിയ ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇപ്പോൾ 10ാം ദിവസം സംഭവം നടന്ന് 10ാം ദിവസം പ്രധാനമന്ത്രി എത്തി, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം പോയി, അതോടൊപ്പം തന്നെ ആശുപത്രി സന്ദർശിച്ചു, അതുപോലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഏതായാലും വയനാട്ടിന് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം തന്നെ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം. കാരണം കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇതുപോലെ ഒരു തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പുള്ള പല ഉരുൾപൊട്ടൽ എടുത്ത് നോക്കിയാലും ഇത്രയധികം ആൾനാശമുണ്ടായ, ഗ്രാമങ്ങൾ ഒലിച്ചുപോയ സംഭവം, ഇത്തരത്തിൽ നാശനഷ്ടമുണ്ടായ ഒരു ഉരുൾപൊട്ടലില്ല. 100 വർഷം മുമ്പ് 1924 പ്രളയത്തെക്കുറിച്ചിട്ടാണ് ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. വയനാടിനൊരു വലിയ പാക്കേജ്, പുതിയ പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ കേരളത്തെ നെഞ്ചോട് ചേർക്കുന്നു, സംരക്ഷിക്കും എന്നുള്ള ഒരു വാചകമാണ് പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് അതിജീവിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം, അതുപോലെ അവിടെ എല്ലാവർക്കും വീട് നിർമ്മിക്കണം, സ്കൂള് പുനർനിർമ്മിക്കണം, സർക്കാർ ഓഫീസുകൾ പുനർനിർമ്മിക്കണം, ഉറ്റവരെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്ക് ആ വേദന ഇല്ലാത്ത തരത്തിൽ അവരെ എല്ലാം ഈ മലയാള മണ്ണിൻ്റെ മക്കളായി തന്നെ കണ്ടുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം. അപ്പോൾ അതിന് എത്ര രൂപ വരും, തുക വരും? ഇപ്പോൾ ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ തന്നെ കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേഷൻ പരിശോധിക്കട്ടെ. കാരണം നേരിട്ട് വന്ന് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ കേന്ദ്ര സംഘം, കൂടെ ഉണ്ടായിരുന്ന സംഘം, കേന്ദ്രമന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയും ചീഫ് സെക്രട്ടറി അടക്കം കൊടുത്ത റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള രൂപത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നു. വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന
അവസാനിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഞങ്ങൾ അതിന് രാഷ്ട്രീയപരമായിട്ട് അതിനെ ചുട്ട മറുപടി കൊടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. കാരണം മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന്. അതിനുശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ പാറമടകൾ അനുവദിക്കുന്നത് കൊണ്ടാണ് കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരുമാണ് അവിടുത്തെ പ്രശ്നത്തിന് കാരണം എന്നുള്ള തരത്തിൽ പ്രസ്താവന ഉണ്ടായി. അതിനെയും രാഷ്ട്രീയപരമായി മറുപടി കൊടുക്കുകയോ മറ്റു തരത്തിൽ തർക്കമുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നില്ല. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരെയും കണ്ടുകൊണ്ട് കേരളത്തിനെതിരെ ലേഖനം എഴുതണം എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു, വാർത്തകൾ പുറത്തു വന്നു. ആ സാഹചര്യത്തിലും ഏറ്റവും നല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും ഒരു തരത്തിലൊരു തർക്കമുണ്ടാക്കേണ്ട സമയമല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. നമ്മളെല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഒരാളുടെയും കണ്ണീര് വീഴാതെ ആ ദുരന്തം അനുഭവിക്കുന്നവരെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ ഒരു നല്ല പാക്കേജ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതോടെ തന്നെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോളതാപനത്തെക്കുറിച്ചും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തേണ്ടതുണ്ട്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഉണ്ട്. അടുത്ത കാലത്ത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. പാറമടകൾ തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണെടുപ്പാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എന്ന രൂപത്തിൽ നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. അപ്പോൾ വിശദമായിട്ടുള്ള പഠനം വേണം. അതിനു വേണ്ടിയിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി, കാര്യശേഷിയുള്ള കഴിവുള്ള ഏജൻസിയെ ഏൽപ്പിക്കണം. അതിനും കേന്ദ്രത്തിന്റെ സഹായമുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണോ കേന്ദ്ര ഗവൺമെന്റിന് നമ്മെ സഹായിക്കാൻ കഴിയുക, ആ തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണനയും അതിൻ്റെതായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വിസിറ്റിനെ കാണുന്നത്. കേന്ദ്രം നല്ല തരത്തിൽ തന്നെ ഇതിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ജിൻഡോ ജോൺ, ഇന്ന് പ്രധാനമന്ത്രി 5.5 മണിക്കൂറാണ് വയനാട്ടിൽ ചെലവഴിച്ചത്. നിശ്ചയിച്ചതിലും 2.5 മണിക്കൂർ അധികം. അപ്പോൾ കൂടുതൽ ആളുകളെ കണ്ടു, കൂടുതൽ ആളുകളിൽ നിന്ന് കേട്ടു, കൂടുതൽ സ്ഥലങ്ങൾ നേരിട്ട് നടന്നു കണ്ടു. അപ്പോൾ അതിനുശേഷം നടത്തിയ പ്രതികരണം, അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? പണത്തിൻ്റെ ഒരു കുറവുണ്ടാകില്ല എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്ക്. മാത്രമല്ല 79-ൽ അദ്ദേഹം ഗുജറാത്തിൽ വലിയ പേമാരി ഉണ്ടായപ്പോൾ ഉണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൽ അദ്ദേഹം വോളണ്ടിയറായി പ്രവർത്തിച്ചിരുന്നു. ആ കാലമൊക്കെ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയും ചെയ്തു. അല്ല സ്മൃതി, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം, അദ്ദേഹം പറഞ്ഞതിലധികം സമയം വയനാട്ടിൽ ദുരന്തഭൂമിയിൽ ചെലവിട്ടതും ആ ദുരന്തത്തിൽ ബാധിതപ്പെട്ട ആളുകളുമായിട്ട് അദ്ദേഹം സംവദിച്ചതിനെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനെ വേറൊരു രാഷ്ട്രീയ കണ്ണോടെ കാണാനായിട്ട് നമ്മളാരും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥത ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് തന്നെ കേരളം ആവശ്യപ്പെടുന്ന അത്രയും തുക തന്നെ നൽകിക്കൊണ്ട് കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഈ വയനാട്ടിൽ ബാധിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവർക്ക് പണ്ട് ഉണ്ടായിരുന്ന അതേ ജീവിത സാഹചര്യത്തിൽ, സാമ്പത്തിക സാഹചര്യത്തിൽ ജീവിക്കാൻ അനുഗുണമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഈ രാജ്യം ഒന്നാകെ ഒപ്പമുണ്ട് എന്നുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടിയാണ് പറയാനുള്ളത്. കാരണം സമീപകാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടകയായാലും തമിഴ്നാടായാലും ഇത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരൾച്ച ദുരിതാശ്വാസമായാലും പ്രളയവുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ നിഷേധാത്മകമാണ്. അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നിട്ടുണ്ട്. അവർ സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതൃത്വമൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട്, എത്രത്തോളം സാധ്യമായിട്ടുണ്ട്, ആ ആളുകൾക്കൊക്കെ അവർ ദുരന്തത്തിൽ അകപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ജീവിത സാഹചര്യത്തിന് തുല്യമായിട്ടുള്ള സാഹചര്യം കെട്ടിപ്പടുക്കാനോ സാമ്പത്തിക സ്ഥിതി ഒരുക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഭരണകൂടം ഒരുക്കി കൊടുത്തോ എന്നുള്ള ഒരു വിചിന്തനത്തിന്റെ കൂടെ സമയമാണിത്. അതുകൊണ്ട് ആ മുമ്പുണ്ടായിരുന്ന അത്തരം ദുരന്തങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് തുടരാതെ കുറെ കൂടി ക്രിയാത്മകമായിട്ടുള്ള ഈ മനുഷ്യരോടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥതയോടെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ജിൻഡോ, ഇതിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നിടത്താണ് കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ടാണ് അതിൽ സംശയം വേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുന്നത്. അല്ല, ഇതിൽ നമ്മൾക്ക് സംശയം എന്നുള്ളത് നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതിനെ രാഷ്ട്രീയമായിട്ട് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ പ്രളയം വന്നപ്പോഴായാലും കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് സഹായിച്ചതിന് ഹെലികോപ്റ്റർ വഴി എയർ ലിഫ്റ്റിംഗ് നടത്തിയതിന് ഉൾപ്പെടെയുള്ളതിന് ചാർജ് ചെയ്തു എന്നുള്ള പറഞ്ഞ സമയം അത്തരം വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അരി നൽകിയപ്പോൾ അരിക്ക് പണം വാങ്ങി എന്നുള്ള വിവാദങ്ങളൊക്കെ കേരളത്തിൽ വളരെ വലിയ ചർച്ചകൾക്ക് ഇട നൽകിയിട്ടുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഈ രാജ്യം മുഴുവൻ ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവരോട് ഒപ്പമുണ്ട് എന്നുള്ള
എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം പൂർണ്ണ ആത്മാർത്ഥതയോടെ നടപ്പാക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ സംശയിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത് ഒരു മര്യാദയല്ല. അത് അങ്ങനെ രാഷ്ട്രീയമായിട്ട് സംശയിക്കുന്നത് ശരിയുമല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിന്റെ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ചുവടുവെപ്പ് ശ്രമങ്ങൾ, ഈ 12-ാം ദിവസം അദ്ദേഹം വരുന്നു, സ്ഥലം സന്ദർശിക്കുന്നു, ആളുകൾക്ക് കൊടുത്തിട്ടുള്ള വാക്കുകൾ, അത് പൂർണ്ണ അർത്ഥത്തിൽ ആശ്വാസകരമായിട്ട് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അത് അപ്പോഴാണ് ഡിബേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി പ്രിന്റു, ഇപ്പോൾ ദേശീയ ദുരന്തം എന്നൊരു ടേം ഇല്ല, പകരം L3 കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഭരണ പ്രതിപക്ഷം ഒരുമിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതിനുള്ള സാധ്യതയാണോ ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന ശേഷം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്? അല്ല, തീർച്ചയായും നമുക്കറിയാം, ഇന്നത്തെ അവലോകന യോഗത്തിലായിക്കോട്ടെ പ്രധാനമന്ത്രി നേരിട്ട് ഓരോ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തേണ്ടത്, ഇപ്പോൾ അതിനകത്ത് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ ഒരു പ്രത്യേക ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വേണമെങ്കിൽ ദേശീയ ദുരന്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ അതിനനുസരിച്ച് L3 കാറ്റഗറിയിൽ പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ആകും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ശാശ്വതമായിട്ടുള്ള പുനരധിവാസവും അതോടൊപ്പം തന്നെ ഇവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ഉത്തരാഖണ്ഡ്, ബീഹാർ, ആസാം, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അവരൊക്കെ പ്രത്യേക രീതിയിലുള്ള പാക്കേജുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വയനാടിൻ്റെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാടിന് നേരത്തെ സ്മൃതി മേഡം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള നിരന്തരമായ ഏറ്റുമുട്ടൽ നടക്കുന്നു, ക്ഷുദ്രജീവികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ വയനാടിൻ്റെ സമഗ്രമായിട്ടുള്ള ഈ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട ഈ ദുരന്തങ്ങൾ, ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടത്. ഏതെങ്കിലും ഒരു ദുരിതം വരുന്ന സമയത്ത് മാത്രം ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് മുമ്പ് ഓഗി ഉണ്ടായി, ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ കവളപ്പാറ ദുരന്തമുണ്ടായി. ആ സമയത്തൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ അവിശ്വസിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2008 പ്രളയം വന്നു, ഓഗി വന്നു, കവളപ്പാറ ദുരന്തം വന്നു. ഇവിടെയൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അരിക്ക് പണം എന്നടക്കമുള്ള വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു. ആ വിവാദങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അപ്പോഴും അഡ്വക്കേറ്റ് അരുൺ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. ഈ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേന്ദ്ര വനമന്ത്രി നടത്തിയ പ്രതികരണമുണ്ടല്ലോ. അവിടെ ഭൂമി കയ്യേറ്റക്കാർ ഉണ്ടാക്കി വരുത്തിവെച്ച ദുരന്തം എന്ന്. അവിടെ മരിച്ചു വീണത് മുഴുവൻ സാധാരണക്കാരായ തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് കേന്ദ്ര വനമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നേരത്തെ അരുൺകുമാർ പറഞ്ഞതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വിവാദ പ്രസ്താവന പാർലമെൻറ്റിനകത്ത് നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്ല. അവിടെ ഓവർ ആക്ടിംഗ് ആയിട്ട് A.A. റഹീം അടക്കമുള്ള ആളുകൾ നടത്തി. അത് കേന്ദ്ര സർക്കാരിലാണ് ഈ ദുരന്തത്തിന് കാരണം, ഇത് മുൻകൂർ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയിട്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നാടകം, എല്ലാ കാര്യങ്ങളെയും ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി സെറ്റ് ചെയ്തുകൊണ്ട് അതിന് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു പൊതുസ്ഥിതി കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ആ ഒരു സാധനം അവിടെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ട് അമിത്ഷാ പ്രതികരിച്ചത്. അമിത്ഷാ പറഞ്ഞത് തന്നെ ഇത് ദുരന്ത പശ്ചാത്തലത്തിൽ ഇത് പറയേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹമാണ് പറഞ്ഞത്, അരുൺകുമാർ പറഞ്ഞ പോലല്ല. അതാണ് ആ വിവാദം അവിടെ അവസാനിച്ചു. നമുക്കിപ്പോൾ ഒരു തർക്കങ്ങൾക്കോ വിവാദങ്ങൾക്കുള്ള സമയമല്ല. പക്ഷേ അരുൺകുമാർ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ റിസോർട്ട് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. ആ വയനാട്ടിൽ റിസോർട്ട് മാഫിയയുടെ പിടിമുറുക്കൽ നമുക്ക് എങ്ങനെയാണ് കാണാതിരിക്കാൻ പറ്റുക? അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അനധികൃതമായിട്ടുള്ള ഖനനം നടക്കുന്നുണ്ട്, കോറി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിസ്ഥിതി മന്ത്രിയുടെ ജോലി എന്താ? അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നോക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ. അദ്ദേഹം അത് പറയുന്ന സമയത്ത് ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ പറയാമോ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പറയേണ്ട സന്ദർഭം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ റിസോർട്ട് മാഫിയ, കോറി മാഫിയ ഒക്കെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വയനാടിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വയനാടിൻ്റെ മണ്ണിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കൂ, നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും മണ്ണിനോട് മല്ലടിച്ചിട്ടുള്ള ഒരു അതിജീവനം തന്നെയാണ് വയനാട്ടിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മലബാറിൽ നടക്കമുള്ള കുടിയേറ്റത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മണ്ണിനോട്
മണ്ണിനോട് മല്ലടിച്ചുകൊണ്ട് മണ്ണിനെ ദ്രോഹിക്കാതെ ജീവിച്ച് അവിടെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിച്ചൊരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അനവധി ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ സ്വന്തം പ്രാണനും ജീവനും ഒക്കെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്കിനെ കുറിച്ച് നമ്മൾ സംശയിക്കുന്നതിനും ചിന്തിക്കുന്നതിലും അത് പിന്നീട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ഈ ഘട്ടത്തിലല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിന്റു, പക്ഷെ അപ്പോഴും അങ്ങനെ പറയുമ്പോൾ ഈ ഖനന നിയമ ഭേദഗതി വരുത്തിയതാരാണ്? ഈ ക്വാറികളുടെ കാര്യം പറയുമ്പോൾ ആ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ആരാണ്? അല്ല, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ടുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞ ഒരു പരിധി ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരും. ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ഗണനകൾ നടക്കില്ല. അപ്പോഴും നമ്മളറിയാം, എല്ലാറ്റിലും ഒരു രാഷ്ട്രീയം, ഇത് കേന്ദ്ര സർക്കാർ എല്ലാറ്റിലും ഒരു പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു നിഷ്ക്രിയമായിട്ടുള്ള നിലപാടാണ് എല്ലാ സമയത്തും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു മേഖല, ഒരു പീഠഭൂമി എന്ന രീതിയിലുള്ള അതിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഈ പറയുന്ന നേരത്തെ അരുൺകുമാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആഗോള താപനം അടക്കമുള്ള പ്രതിഭാസങ്ങൾ വയനാട്ടിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ, നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാരണങ്ങൾ അതുകൊണ്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ചില കാര്യങ്ങൾ നിഗമനം നടത്താനേ പറ്റുക. അതിനെക്കുറിച്ച് ശാശ്വതമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, വയനാട് മാത്രമല്ല ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങൾ, മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പ്രശ്നത്തിന്റെ വഴി മാറും എന്നുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ, മലപ്രദേശങ്ങളെ ഒക്കെ തന്നെ ഒരു പ്രത്യേക ക്ലസ്റ്ററായി രൂപീകരിച്ച് അവിടുത്തെ ഓരോ മേഖലയ്ക്ക് അനുസൃതമായിട്ടുള്ള പാക്കേജുകൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി ഇത്തരത്തിലുള്ള ഒരു ജീവൻ പോലും അപഹരിക്കാതിരിക്കാൻ, പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയമം ഇങ്ങനെയാണ്, സംസ്ഥാനത്തിന്റെ നിയമത്തിന് അപ്പുറത്തേക്ക് ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശാശ്വതമായിട്ട് ഒരു മനുഷ്യ ജീവൻ പോലും ഇനി കേരളത്തിൽ, ഇപ്പം നമുക്കറിയാം കവളപ്പാറ ദുരന്തമുണ്ടായിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അടുത്ത ദുരന്തത്തിന് നമ്മൾ സാക്ഷിയായി. ഇനി വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. നമ്മളിങ്ങനെ ദുരന്തങ്ങൾ പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പാക്കേജ് മേടിച്ച് പണം മേടിച്ച് പുനരവസിപ്പിക്കുമ്പോഴും അടുത്തൊരു ദുരന്തമുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ദുരന്തങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സമഗ്രമായിട്ടുള്ള ഒരു പരിസ്ഥിതി ലോല നയമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ സുസ്ഥിരമായി ജീവിക്കാനുള്ള സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അതിന് ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സുരക്ഷിതമായ ഇടം നോക്കി വേണം മറ്റ് പദ്ധതികൾ ആലോചിക്കാൻ, ഈ ഇവരെ പുനരധിവസിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള സഹായങ്ങളുമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭം നേരിടാൻ മതിയായ സജ്ജീകരണം വേണം. കാലാവസ്ഥാ പഠന ഗവേഷണ സ്ഥാപനങ്ങളിലെ സ്പെഷ്യൽ സെന്ററുകളും പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കണം. ഇതിനൊക്കെയുള്ള ഒരു സാമ്പത്തിക സഹായമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 2000 കോടി എന്നുള്ള കണക്കിൽ അത് നിൽക്കുമോ എന്നുള്ളതാണ്. അതിനാണ് വിശദമായ മെമ്മോറാണ്ടം എന്ന പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. സുരേഷ് ഗോപി പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമായി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഹൃദയം, ഈ ദൃശ്യങ്ങൾ കണ്ട് ഹൃദയം മുങ്ങിപ്പോയി എന്നുള്ള വാക്കാണ് സുരേഷ് ഗോപി പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാ പിന്തുണയും പ്രധാനമന്ത്രി ഉറപ്പു നൽകുമ്പോൾ വിശദമായ മെമ്മോറാണ്ടം ആവശ്യപ്പെടുന്നു. വിശദമായ പ്രോജക്റ്റ് കൊടുക്കണം. ആഘാതത്തിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല. കുട്ടികൾക്കുള്ള പാക്കേജ്, മനോനില വീണ്ടെടുക്കാൻ കൗൺസിലിംഗ് അടക്കം 10 കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നടക്കം പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ സമഗ്രമായ ഇടപെടലിന് സമഗ്രമായ ഒരു മെമ്മോറാണ്ടം കൂടി അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തം, ഉരുൾപൊട്ടൽ ദുരന്തം, അതിൻ്റെ കണക്കെടുപ്പിൽ ആവശ്യമായ തുക മാത്രമാണോ ഇപ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുക? ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2 തരത്തിലാണല്ലോ. പുനരധിവാസം വളരെ വിപുലമായി തന്നെ നടത്തണം. കാരണം മുഴുവൻ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, അതുപോലെ സ്കൂള്, പാലം, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, അതുപോലെ മറ്റ് ഒരു ആധുനിക ടൗൺഷിപ്പ് എന്ന രൂപത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് മാറണം. പിന്നെ ഉറ്റവർ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ജീവനോപാധി കൊണ്ടുവന്നുകൊണ്ടിരുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ട കുടുംബം എല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുടുംബത്തിന് ഭാവിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കേജ്, നല്ലൊരു സ്കീം തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പം അത്തരത്തിൽ എത്ര രൂപ ചെലവാകുമോ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തരത്തിൽ സംഭാവനയുണ്ട്. ഇപ്പോൾ 100 കോടിയോളം ഇന്നോടുകൂടി ഏകദേശം 100 കോടി കവിഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം അതിൽ കൂടുതൽ ചെലവഴിച്ചൊരു ചരിത്രമാണ് ഓഖി ദുരന്തത്തിലായാലും 2018 പ്രളയം, 2019 പ്രളയം, കോവിഡ് കാലത്തെല്ലാം നമുക്കുള്ളത്, നമ്മുടെ മുന്നിലുള്ളത്. ഗ്രാമീണ റോഡുകൾ വരെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിട്ട് തന്നെ നടപ്പാക്കിയത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഗോളതാപനവും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് വേണ്ടത്. ഇപ്പോൾ പ്രളയം 2018 മുതൽ തന്നെ നമ്മൾ വളരെ സജീവമായിട്ടുള്ള ചർച്ച ഈ വിഷയത്തിലുണ്ട്. ഇപ്പോൾ ഈ തവണ ഏപ്രിൽ മെയ് മാസത്തിലെ ചൂട് നമ്മളെല്ലാം കണക്ക് കൂട്ടുന്ന ചൂടിനേക്കാൾ വലിയ ചൂടായിരുന്നല്ലോ, പൊള്ളുന്ന ചൂടായിരുന്നു. ആ ചൂട് കഴിഞ്ഞ് പെട്ടെന്നുള്ള മഴക്കാലത്ത് ഇത്തരത്തിൽ ഉരുൾപൊട്ടുന്ന ഒരു സാധ്യതകളെല്ലാം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ നമ്മുടെ കാലാവസ്ഥാ പഠനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കി മാറ്റണം, കൂടുതൽ ആധുനികവൽക്കരിക്കണം. അതിന് വലിയ തരത്തിൽ ലോകത്താകമാനമുള്ള ഡെവലപ്മെന്റ് ഈ മേഖലയിൽ ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതുകൂടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രാജ്യത്താകെയുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ സിസ്മെറ്റർ സെന്റർ, നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, അവയുടെ എല്ലാം ഒരു സബ് സെന്റർ എന്ന രൂപത്തിൽ കേരളത്തിൽ വേണം. ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ കഴിഞ്ഞ തവണ 2015 സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വേണം. അപ്പോൾ ഈ രണ്ട് തരത്തിൽ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം ഭാഗമായി, കാരണം ആ ചർച്ചയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുത്തിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കേണ്ട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു മടിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സഹായം കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നം. ഇപ്പം ബീഹാറിനും അതുപോലെ ആന്ധ്രക്കെല്ലാം ഈ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. 3-4 സംസ്ഥാനങ്ങൾക്ക് ബഡ്ജറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് കൊടുത്തു. എല്ലാ വർഷവും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ കേരളം എന്ന പേര് പോലും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോകുന്നില്ല. പല പ്രശ്നങ്ങളുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ചില സമയത്ത് ചൂണ്ടിക്കാണിച്ചു. പാർലമെന്റിലടക്കം രാജ്യത്തെ മുഴുവൻ എംപിമാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി. നിമിഷങ്ങൾക്ക് ഇടയിൽ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ അടക്കം റെഡ് അലർട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, കേന്ദ്രം കൊടുത്ത ആ അലർട്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിയിച്ചു. അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ്. ഒരാൾക്ക് പോലും റെഡ് അലർട്ട് ഇവിടെ കൊടുത്തിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല, ബിജെപിയുടെ പ്രതിനിധിക്ക് പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൂടുതൽ കണ്ണീരുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയല്ല വേണ്ടത്. ഇനിയും നമുക്ക് കൂട്ടായി യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനം, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കണം. അതിൽ കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. കർണാടകത്തിലടക്കമുള്ള സംസ്ഥാനം ഗവൺമെന്റ് എന്ന് ഉഷാറായി വന്ന് അലർട്ടായിട്ട് വന്നപ്പോഴേക്കും ദിവസങ്ങൾ പലതും പിന്നിട്ടിരുന്നു. പക്ഷേ ഇവിടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ ഉപസമിതിയും എല്ലാവരും വയനാട്ടിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ട് ഈ സമയത്ത് പുതിയ റെപ്രസെന്റേഷനുകൾ കൊടുക്കാം, പുതിയ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വയ്ക്കാം. വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കേരളത്തെ താങ്ങി നിർത്തണം, വയനാടിനെ താങ്ങി നിർത്തണം, ഈ ദുരന്തത്തെ അതിജീവിക്കണം. ഭാവിയിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള പഠനവും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു വലിയ പാക്കേജ് വേണം. ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഏറ്റവും വലിയ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കേരളം തന്നെ വിചാരിച്ചാൽ, സംസ്ഥാനം തന്നെ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള പഠനവും മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം ഭാവിയിലേക്ക് നടത്താനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടെ വളരെ പെട്ടെന്ന് തന്നെ പാക്കേജ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ആശയോടെ, അതോടൊപ്പം തന്നെ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തെ താങ്ങി നിർത്താൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടാകും എന്ന വിചാരത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്, കേന്ദ്രത്തിന്റെ സമീപനത്തെ കാണുന്നത്. അത് നേരത്തെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല, കാരണം അതെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ഹെലികോപ്റ്ററിന്റെ പൈസ വാങ്ങിച്ചതും അരി നിഷേധിച്ചതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. വളയ ചെക്ക് പോസ്റ്റിൽ വെച്ച് പലതും തടഞ്ഞിട്ടതും എല്ലാം ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകരുത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നിൽക്കണം എന്ന് തന്നെയാണ് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. ശരി ജിൻഡോ, ഇപ്പോൾ ഈ പുനരധിവാസം മന്ത്രി രാജൻ പറഞ്ഞതുപോലെ വീടുകൾ പുനർനിർമ്മിക്കുകയല്ല, എല്ലാം നഷ്ടപ്പെട്ടവരുടെ ജീവിതം പുനർനിർമ്മിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ രൂപത്തിലല്ല, അത് എന്ന് വെച്ചാൽ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന കടം എഴുതി തള്ളുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക്, അവർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരം എന്നതിൽ മാത്രം അത് ഒതുങ്ങില്ല. അപ്പോൾ ഒരു വിശദമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ഇനി ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ നേരിടുന്നതിനുള്ള കാര്യങ്ങളടക്കം, അതായത് ഇപ്പോൾ ക്യാമ്പുകൾ നോക്കൂ, ക്യാമ്പുകൾ എല്ലാ തവണയും ഈ മഴക്കാല കെടുതികൾ ഉണ്ടാകുകയാണെങ്കിലും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായാലും സ്കൂളുകളാണ് ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ ക്യാമ്പുകളായി കൂടാ, കൃത്യമായും സുരക്ഷിതമായ ഒരിടത്തിലേക്ക് സ്ഥിരം ക്യാമ്പ് എന്നൊരു സംവിധാനം, ക്യാമ്പ് വേണ്ടിവരുന്ന ഘട്ടത്തിൽ അവിടേക്ക് പോയി താമസിക്കാൻ, അതൊരു ക്യാമ്പ് മാത്രമായി നിലനിർത്താനുള്ള സംവിധാനം, ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെമ്മോറാണ്ടം, അതിനെടുക്കുന്ന സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. വളരെ വേഗത്തിൽ തയ്യാറാക്കിയാൽ അതിൽ കുഴപ്പങ്ങളുണ്ടായാൽ നിങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾ വിമർശനം ഉന്നയിക്കും. അപ്പോൾ പിഴവുകൾ ഇല്ലാത്ത തരത്തിലൊരു മെമ്മോറാണ്ടം അതെങ്ങനെ വേഗത്തിൽ സാധ്യമാകും ജിൻഡോ?
അല്ല സ്മൃതി, ഇതില് ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ഇത് പൊതുജനങ്ങൾ, ഭരണത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന, പ്രതിപക്ഷവും അല്ലെങ്കിൽ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇത് തിരിച്ച് നമ്മളോടല്ല പറയേണ്ടത്, ഇത് അവർ സ്വയം നടപ്പാക്കേണ്ട പദ്ധതികളുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇവിടെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറഞ്ഞു നമ്മൾ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, 2018-ലും 2019-ലും കേരളത്തിൽ പ്രളയമുണ്ടായി. ആ പ്രളയത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ബാധിക്കപ്പെട്ടു. അവർ സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെ അന്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ സർക്കാരുകൾ എത്രത്തോളം പുനരധിവസിപ്പിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? എന്ത് പഠനങ്ങൾ നടത്തി? നാളെ ഒരു വലിയ മഴ ഉണ്ടായാൽ പ്രളയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പഠനങ്ങൾ നടത്തി, ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് നമ്മളോട് പറയാൻ ബാധ്യതയുണ്ട് ഇവർക്ക്. അത് ചെയ്യുന്നില്ല. മാത്രമല്ല, നമ്മൾ ഇത്തരം പുനരധിവാസ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ഷോർട്ട് ടൈം ആയിട്ടും മീഡിയം ടൈം ആയിട്ടും ലോങ് ടൈം ആയിട്ടും ഒക്കെ നടപ്പാക്കേണ്ട പരിപാടികളുണ്ട്. ഏറ്റവും അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ടത് അവിടെ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അടച്ചുറപ്പുള്ള, ചോർന്നൊലിക്കാത്ത വീടുകൾ പണിത്, ആ പണിയുന്ന വീടിൽ പോലും കൈയിട്ട് വാരാതെ, അഴിമതി നടത്താതെ അവർക്ക് ചോർന്നൊലിക്കാത്ത അപകടരഹിതമായിട്ടുള്ള വീടുകൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് വരുമാന മാർഗത്തിനുള്ള, തൊഴിൽ മാർഗത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ ഷോർട്ട് ടൈം ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനൊക്കെ കുറെ പദ്ധതികളും പഠനങ്ങളും നടത്തി പിന്നീട് ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യരൊക്കെ തെരുവിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അവർ ചിതറിപ്പോവും, അവർ അന്യവൽക്കരിക്കപ്പെടും. അതിനുള്ള പരിഹാരം ഷോർട്ട് ടൈം ആയിട്ട് എന്തൊക്കെ പദ്ധതികൾ, മീഡിയം ടൈം ആയിട്ട് നടപ്പാക്കേണ്ട പദ്ധതികൾ, ഇപ്പോൾ തന്നെ ഇവിടെ പാലം പണിയുന്നതും അല്ലെങ്കിൽ റോഡുകൾ സൃഷ്ടിക്കുന്നതും അതൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന, ഇപ്പൊ നമ്മൾ റീബിൽഡിംഗ് കേരളയെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ചാൽ, റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആളുകളുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കിയ പദ്ധതികളേക്കാൾ കൂടുതൽ പാലങ്ങളുടെ പണിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഇത്രത്തോളം മനുഷ്യർ അവരുടെ സാമ്പത്തിക സാഹചര്യം ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം തൊഴിൽ സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ഇനി ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് ഭരണകർത്താക്കൾ ഇങ്ങോട്ട് പറയുകയല്ല ചെയ്യേണ്ടത്, അവർ നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഭൂമിയുമായിട്ടും മണ്ണുമായിട്ടും മല്ലടിച്ചുകൊണ്ടാണ് ഇവിടെ കർഷക ജനത, ഇവിടെ കുടിയേറ്റ മേഖലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിലുള്ള അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ, ഇപ്പൊ കോറി മാഫിയുണ്ട്, റിസോർട്ട് മാഫിയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് അത്തരം സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, നാളെ എന്ത് സ്വീകരിക്കും എന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ പറയണം. ഇത് നമ്മൾ ഓരോ അപകടങ്ങൾ വരുമ്പോൾ, ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പരസ്പരം മാറി മാറി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ദുരന്തം വരുമ്പോൾ ഞെട്ടിക്കൊണ്ടോ തരിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇതിൽ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അല്ലാതെ പ്രഖ്യാപനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദുരന്ത മേഖലയിലെ ക്യാമ്പ് ഒഴിഞ്ഞു പോകുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ മറന്നുകൊണ്ട് ജനപ്രതിനിധികളും ഭരണകർത്താക്കളും മാറിപ്പോയാൽ ഈ ആളുകൾക്ക് വീണ്ടും പൊതുവഴിയിലേക്കും പെരുവഴിയിലേക്കും ഇറങ്ങി നടക്കേണ്ട ഗതികേടുണ്ടാവും. പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എത്രത്തോളം പുനരധിവാസ പാക്കേജുകൾ നടപ്പാക്കിയെന്ന് നമ്മൾ പരിശോധിക്കണം. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായിട്ട് എന്ത് സാമ്പത്തിക സഹായങ്ങളാണ് സർക്കാർ ഒരുക്കി കൊടുത്തത് എന്നുള്ളത് കൂടി ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് ഈ സാഹചര്യത്തിൽ. ശരി പ്രിഞ്ചു, ഇപ്പോൾ സാങ്കേതികത്വമാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സമാകാറുള്ളത്. ധനസഹായത്തിൻ്റെ കാര്യത്തിലായാലും കേന്ദ്രം ആ നിലയ്ക്ക് പല വിഷയങ്ങളും നിലപാടെടുക്കാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു എന്നുള്ളതാണ് ഒരു ആശ്വാസമായി അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ മെമ്മോറാണ്ടം വരാൻ കാത്തു നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും ആദ്യത്തെ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നഷ്ടം സംഭവിച്ച, ഇപ്പോൾ കണക്കുകൾ ഇനി പൂർണ്ണമായി കിട്ടുന്ന കണക്കനുസരിച്ച് ഓരോ കുടുംബത്തിനും അവരുടെ വീട്, അവരുടെ ജീവിതം ഇനി പുനർനിർമ്മിക്കാനുള്ള സാഹചര്യം, അവർക്കുള്ള സ്ഥലം, പഠനം, കുട്ടികളുടെ പഠനം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കണക്കായിരിക്കും. അത് ആദ്യം ഒരു കണക്കായി വെക്കുകയും അടുത്തത് ഇനി ഒരു ദുരന്തത്തെ നേരിടാൻ ഇനി എങ്ങനെയൊക്കെ പ്രാപ്തമാക്കാം കേരളത്തെ, അത് വയനാട് മാത്രമല്ല, എപ്പോഴും ഈ ദുരന്തത്തിന് സാധ്യത, പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ളൊരു മേഖലയായി തന്നെ കേരളത്തെ കാണേണ്ടി വരും. ആ നിലയ്ക്കുള്ള സഹായം രണ്ടാമത് എന്ന രൂപത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ, അതോ ഒരൊറ്റ മെമ്മോറാണ്ടത്തിൽ മുഴുവൻ കിട്ടിയേ പറ്റൂ എന്ന രൂപത്തിലാണോ? അങ്ങനെയെങ്കിൽ അതിനെടുക്കുന്നൊരു സമയം പ്രധാനമാണ്. സമയം കൂടുതൽ ദീർഘമായി എടുക്കേണ്ടി വരും മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ. അല്ല, തീർച്ചയായും ഇതിനകത്ത് ആദ്യം ഈ അടിയന്തര സഹായം എന്ന രീതിയിൽ ഈ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള പണമാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്.
അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമഗ്രമായിട്ടുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം. കേന്ദ്രം നോക്കൂ, 2018 ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 600 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം 2019 കവളപ്പാറ ദുരന്തത്തിൽ 139.9 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സഹായം എല്ലാ അർത്ഥത്തിലും കിട്ടുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഫണ്ട് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അർഹമായിട്ടുള്ള കൈകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രശ്നം, കേന്ദ്ര സർക്കാർ നൽകുന്ന പല ഫണ്ടുകളും, ഇപ്പോൾ ദുരന്ത ഫണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഫണ്ടുകളെല്ലാം തന്നെ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് അറിയാം കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം നയാ പൈസ ഇല്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് കേന്ദ്രം സഹായിക്കാതെ ഈ ഒരു പുനരധിവാസ പാക്കേജ് മുന്നോട്ട് പോവില്ല. ഇപ്പം ജനങ്ങളുടെ സഹായം വലിയ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും ആത്മാർത്ഥമായി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഓണേഴ്സ് അടക്കം അതിനുവേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിന് ബോധ്യമുണ്ട് അല്ലേ? അല്ല, തീർച്ചയായും. കാരണം വരവിനനുസരിച്ച് ചെലവ് ചെയ്യാതെ ഈ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പോളിസി ഇല്ലാതെ ഇവിടെ ഭരണ തകർച്ച ഭരണത്തിന്റെ നയപരമായ പ്രശ്നങ്ങൾ കാരണം സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സഹായം കിട്ടുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഫെഡറൽ സംവിധാനം എന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിനോട് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിനോട് അങ്ങനെ ഒരു ചിറ്റമ നയമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു ചിറ്റമ നയവും ഈ സംസ്ഥാനത്തിനോട് കാണിക്കാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ 2017 പ്രളയം ഉണ്ടായി. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്വിറ്റ്സർലൻഡ് മോഡൽ പഠിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സ്വിറ്റ്സർലൻഡിൽ പോവുകയും അവിടെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നു എന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് പദ്ധതികളാണ് കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്? അതിനുശേഷം ഇവിടെ ഒരു 4-5 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്കമാണ്. ഈ വർഷം പഞ്ചായത്തുകൾ നമ്മൾ നോക്കണം, പഞ്ചായത്തുകളിൽ കാനകളിൽ പോലും ക്ലീനിങ് നടത്തിയിട്ടില്ല. നമ്മൾ നോക്കണം, പൊതുവേ അത് ചെയ്യാറുണ്ട്. ഈ വർഷത്തിൽ നിങ്ങൾ കേരളത്തിലെ ഒരു പഞ്ചായത്തുകളിലും പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളൊരു ഏപ്രിൽ മെയ് മാസങ്ങളായി കഴിഞ്ഞാൽ കാനകൾ ക്ലീൻ ചെയ്തുകൊണ്ട് വെള്ളത്തിന് ഒഴുകി പോകാനുള്ള അവസരം ഉണ്ടാക്കാറുണ്ട്. ഈ തവണ സർക്കാർ അത് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാന പോലും വൃത്തിയാക്കാൻ വേണ്ടി ശേഷിയില്ലാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പുനരധിവാസ പാക്കേജ് അർഹമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാണ് കേരളത്തിലുണ്ടാകുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിന് തന്നെ ദുരന്ത നിവാരണ ഫണ്ട് 575 കോടി രൂപയുണ്ട്. അതിൽ 75% ഫണ്ടും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, അല്ല കേന്ദ്ര സർക്കാരാണ്. 25% ഫണ്ട് മാത്രമേ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തേണ്ടതല്ലേ? നടത്തുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ദുരന്തങ്ങളും വരുന്ന സമയത്ത് നമ്മൾ നിലവിളിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി കേരളത്തിൻ്റെ ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റവും ഈ കോറി നിർമ്മാണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ ഈ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അഡ്വക്കേറ്റ് അരുൺകുമാർ മറുപടി നൽകാം. അതോടൊപ്പം കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. മോദിയുടെ വരവ്, മോദി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിനൊക്കെ വളരെ വിശദമായി തന്നെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതിനൊടുവിൽ പറയുന്നതാണ്, സംസ്ഥാന സർക്കാർ പഴയതുപോലെ ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങൾ എടുക്കാതെ നന്നായി ഗൃഹപാഠം ചെയ്ത് കൃത്യമായി പഠിച്ച് കേന്ദ്രത്തെ സമീപിക്കണം. അതായത് ഈ മെമ്മോറാണ്ടം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ പ്രതിപക്ഷവും BJPയും ഒക്കെ ഉറ്റുനോക്കുകയാണ്. മെമ്മോറാണ്ടത്തിൽ പിഴവുകൾ വരാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച പരമാവധി ഒഴിവാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിഴുപ്പലക്കൽ ഒഴിവാക്കുക എന്നതായിരുന്നു ആദ്യം മുതൽ തന്നെ നമ്മൾ ഊന്നിയത്. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 12 ദിവസം ശ്രമിച്ചത്. പക്ഷെ BJPയുടെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞ വാചകം ഒരു കാന നന്നാക്കാൻ പോലും ശേഷിയില്ലാത്ത ഗവൺമെന്റ് എന്നതാണ്. ഈ കഴിഞ്ഞ 10-12 ദിവസമായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഒറ്റ മനസ്സായി ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കേരളത്തിന്റെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് മന്ത്രിസഭാ ഉപസമിതി നടത്തിയ പ്രവർത്തനത്തെ കണ്ടില്ലെന്ന് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതുപോലെ തന്നെ ആരൊക്കെയാ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് എന്തൊക്കെയാണ് പ്രവർത്തനം നടത്തിയതെന്നൊക്കെ നമ്മുടെ മുന്നിൽ അറിയാം. ഇപ്പോൾ ഇതൊന്നും വിശദീകരിച്ച് ഏതെങ്കിലും തരത്തിൽ വിഴപ്പലക്കാനല്ല നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ എന്തുകൊണ്ട് ഈ പ്രളയമുണ്ടായി അല്ലെങ്കിൽ ഈ ദുരന്തമുണ്ടായി 1-2 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ പാക്കേജ്, സാമ്പത്തിക പാക്കേജ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം കേന്ദ്രത്തിന് പ്രഖ്യാപിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾ ബീഹാറിനും ആന്ധ്രയ്ക്കൊക്കെ പ്രഖ്യാപിക്കുന്നു, 4 സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു. വടക്കേന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും അപ്പോൾ പ്രഖ്യാപനം ഉണ്ടല്ലോ. ഈ കേരളത്തോട് മാത്രമായി എന്താണ് ഇത്ര മടി? ഇവിടെ ഹെലികോപ്റ്റർ വന്ന് ഒരു ഗർഭിണിയായ സ്ത്രീയെ രക്ഷിച്ചപ്പോൾ അതിന് പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ടുള്ള സത്യമല്ലേ? കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുള്ളതല്ലേ? അരിക്ക് പണം തന്നില്ല എങ്കിൽ ഇനി അടുത്ത മാസം തൊട്ട് അരി ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്.
അപ്പൊ കുറച്ച് നാളായി ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി കേരളം എന്ന് കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അവഗണന, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല എന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കേന്ദ്രം തരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നികുതി വിഹിതം അതിന് കേരളത്തിന് അർഹതപ്പെട്ട് തരാതെ അതിൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം ഈ സംസ്ഥാനത്തിന് കൊടുക്കാതെ മാനവ വിഭവ സൂചികയിൽ കേരളം ഒന്നാമതാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ വടക്കേന്ത്യയിൽ കൊണ്ടുപോയി അങ്ങ് നന്നാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് മറുപടി തരുന്നതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നുണ പ്രചരിപ്പിച്ചാലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയാലും നിങ്ങൾ ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ ന്യായീകരിക്കാൻ വേണ്ടി ഏതെല്ലാം നുണപ്രസ്താവന നടത്തിയാലും ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. അങ്ങ് പറഞ്ഞല്ലോ 600 കോടി രൂപ പ്രളയത്തിന്റെ സമയത്ത് തന്നു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം, മൊത്തത്തിൽ കേരളത്തിന് വന്ന പണം 4970 കോടി രൂപയാണ്. ചെലവഴിച്ച തുക 5640 കോടി രൂപയാണ്. നിങ്ങൾ 600 കോടി രൂപ തരുമ്പോൾ 5640 കോടി രൂപ ഇവിടെ ചെലവഴിച്ചു. അതായത് 5000 കോടി രൂപ നിങ്ങൾ തന്നതിന്റെ 10 ഇരട്ടി ഇവിടെ ചെലവഴിച്ച സംസ്ഥാനമാണ്. അത് ഓഖി ദുരന്തമായാലും അതിനുശേഷം കോവിഡ് കാലത്തും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ കേരളത്തിലെ ജനത ഒറ്റ മനസ്സായി ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങളെയും മറ്റ് ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ അണിനിരക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അതിൻ്റെ ഇടയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നെല്ലാം പറഞ്ഞ് വിഘടനം ഉണ്ടാക്കുന്ന ആളുകളെ ഈ സമൂഹം നന്നായി തന്നെ നേരിട്ട് മുന്നോട്ട് പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ തരാത്തത് പൊതുമ സമൂഹത്തിലുണ്ട്. നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വരരുത്. ഇനിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അവിടുത്തെ ജനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കെട്ടിടമല്ല പുനർനിർമ്മിക്കുന്നത്, ജീവിതമാണ് നിർമ്മിക്കുന്നത്. ആ ജീവിതം പുനർനിർമ്മിക്കാൻ നമ്മളെല്ലാവരും രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ അവരോടൊപ്പം അണിനിരക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സമാനതകളില്ലാത്ത മാതൃക നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. അവിടുത്തെ കുട്ടികളെല്ലാം ഭീതിയില്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ഒരിക്കലും ആ ബുദ്ധിമുട്ടുകൾ അത് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പാതക്കിടയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നുണപ്രചരണം നടത്തരുത്, വിഘടനവാദം ഉണ്ടാക്കരുത്, കേന്ദ്രത്തെ ന്യായീകരിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ അങ്ങ് വ്യാജ പ്രചരണത്തിലേക്ക് തള്ളിവിടരുത്. അത്തരത്തിൽ വന്നാൽ ജനങ്ങൾ അതെല്ലാം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം നേരിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിരോധിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. പുതിയ കാലത്തിൽ അങ്ങനെയാണ്. എല്ലാം ജനം നിരീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കാനും തെറ്റായ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും ജനത്തിന് മടിയില്ല എന്നുള്ളതാണ് പുതിയ യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ജിൻഡോ ജോൺ, ഒപ്പം പ്രിൻറ്റു മഹാദേവ്.